യുഎസ് വിപണികളെല്ലാം ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ടെക് ഓഹരികളാണ് പ്രധാനമായിട്ടും വില വർദ്ധിക്കുന്നതിന് കാരണമായത്. അതുപോലെ ജോബ് ഓപ്പണിംഗ് അവിടെ വന്നത് വളരെയധികം പോസിറ്റീവാണ്. വ്യാപാര യുദ്ധത്തിന് പല ലെവലുകളിൽ പല രാജ്യങ്ങളുമായി ചർച്ച നടക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. യൂറോപ്യൻ യൂണിയനും യുഎസും തമ്മിൽ പാരീസിൽ വെച്ച് ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ യുഎസും ചൈനയും തമ്മിൽ പ്രസിഡന്റുമാർ തമ്മിലുള്ള ചർച്ച ടെലിഫോൺ സംഭാഷണം എന്ന കാര്യത്തിൽ തീരുമാനമായില്ല. പക്ഷേ ഈ ആഴ്ച ഉണ്ടാവും എന്ന് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ യുഎസ് കൊമേഴ്ഷ്യൽ സെക്രട്ടറി ഇന്ത്യയായിട്ട് ഈ ട്രേഡ് ഡീല് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്ന രീതിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്. അതും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യ ഇനി എന്ത് തരത്തിലുള്ള ഒരു യുദ്ധ നടപടികളാണ് എടുക്കുന്നത് എന്നൊരു കാര്യം മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ആശങ്കയുണ്ട്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ നിലവിൽ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് ക്രൂഡ് ഓയിലിന്റെ വിലയിലും ഇതിന്റെ ഒരു ഫ്ലക്ച്വേഷൻ കാണാവുന്നതാണ്. ഗോൾഡ് കഴിഞ്ഞ ദിവസം താന്നിട്ട് വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. ഇനി യൂറോപ്യൻ യൂണിയനിലെ ഓഹരി വിപണികളെല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തത്. അവിടെ ഇൻഫ്ലേഷൻ കുറയുന്നു. സെൻട്രൽ ബാങ്ക് ഏതാണ്ട് 0.25% റേറ്റ് കട്ട് ചെയ്യും എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 3 ദിവസത്തെ ഈ മാർക്കറ്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. ഓപ്പൺ ചെയ്യുന്നത് പോസിറ്റീവിലാണ്, പക്ഷേ ക്ലോസ് ചെയ്യുന്നത് മൈനസിലാണ്. സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. റിയാലിറ്റിയും മീഡിയയും ഒഴികെയുള്ള ബാക്കി എല്ലാ സെക്ടറുകളും ഇന്നലെ മൈനസിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഫെർട്ടിലൈസർ, ഡിഫൻസ് ഓഹരികളൊക്കെ നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇത് മൺസൂൺ നേരത്തെ ആയതാണ് ഈ ഫെർട്ടിലൈസർ കമ്പനികൾക്ക് വളരെയധികം പോസിറ്റീവായി തീർന്നത്. ഇനി നമ്മൾ എഫാൻഡ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 83% ഫ്യൂച്ചറിൽ ഷോർട്ടാണ്. പ്രോ ട്രേഡേഴ്സ് 64%-ൽ നിന്ന് 61%-ആയി ഷോർട്ട് പൊസിഷൻ കുറച്ചിട്ടുണ്ട്. റീറ്റെയിൽ ട്രേഡേഴ്സും ഏതാണ്ട് 62%-ഓളം ഷോർട്ടാണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് ഓപ്ഷൻസിൽ ഏതാണ്ട് ബെയറിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. എഫ്ഐസ് ന്യൂട്രൽ ആയിട്ടാണ് നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സ് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ ജപ്പാന്റെ സർവീസ് PMI ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ, ജർമ്മനി, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ എല്ലാം സർവീസ് PMI ഡേറ്റയുണ്ട്. അതുപോലെ യുഎസിന്റെ സർവീസ് PMI ഡേറ്റയും ഇന്ന് രാത്രി നിലവിൽ വരും. പിന്നെ ചില ഫെഡ് അംഗങ്ങളുടെ മീറ്റിംഗ് ആണ്. ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് RBIയുടെ മീറ്റിംഗ് തുടങ്ങുകയാണ്. വെള്ളിയാഴ്ചയാണ് അതിന്റെ ഔട്ട്കം പുറത്തു വരുന്നത്. ഇനി പല റേറ്റിംഗ് ഏജൻസികളും 2026 പല ഏജൻസികളും 2026 ഇന്ത്യയുടെ GDP പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് 6.2% നോമറയിൽ, UBS ആയിട്ട് 6.4%, RBI 6.5% ആയിട്ടാണ് ഇപ്പോൾ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ IPO ഏതാണ്ട് 6ഓളം കമ്പനികൾക്ക് IPO അപ്ലൈ ചെയ്യാനുള്ള അപ്രൂവൽ സെബി കൊടുത്തിട്ടുണ്ട്. HDB ഫിനാൻസും ഇതിനകത്ത് ഉൾപ്പെടുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ഓൾമോസ്റ്റ് പോസിറ്റീവ് ഡേറ്റയാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നത്. മാർക്കറ്റ് കഴിഞ്ഞ ദിവസം പോസിറ്റീവ് ക്ലോസ് ചെയ്ത് നെഗറ്റീവിലാണ് അവസാനിപ്പിച്ചത്. അത്തരത്തിലൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഹയർ ലെവലുകളിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. 25,000 മേലൊരു ക്ലോസിംഗ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.